എസെക്കിയേൽ അധ്യായം 26. 11-ാം വർഷം മാസത്തിൻ്റെ ആദ്യ ദിവസം കർത്താവിനോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെക്കുറിച്ച് ടയർ പറഞ്ഞു, ജനതകളുടെ കവാടമായ അവൾ തകർന്നിരിക്കുന്നു, അത് എനിക്കായി തുറന്നിരിക്കുന്നു, അവൾ നശിച്ചിരിക്കുന്നു, അങ്ങനെ ഞാൻ സമ്പന്നയാകും. അതിനാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ടയർ, ഇതാ ഞാൻ നിനക്കെതിരാണ്. കടൽ തിരമാലകളെ എന്ന പോലെ ഞാൻ അനേകം ജനതകളെ നിനക്കെതിരെ അണിനിരത്തും. അവർ ടയറിൻ്റെ കോട്ടകൾ ഇടിച്ചു നിരത്തി ഗോപുരങ്ങൾ തകർക്കും. മണ്ണെല്ലാം വടിച്ചുകോരി ഞാൻ അവളെ വെറും പാറ പോലെയാക്കും. സമുദ്രമധ്യത്തിൽ വല വിരിച്ചുണക്കാനുള്ള സ്ഥലമായി അവൾ പരിണമിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണ് ഇത് പറയുന്നത്. അവൾ ജനതകൾക്കൊരു കവർച്ച വസ്തുവായിത്തീരും. സമതലത്തിലുള്ള അവളുടെ പുത്രിമാർ വാളിനിരയാകും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ വടക്ക് നിന്ന് ബാബിലോണിലെ രാജാവും രാജാധിരാജനുമായ നെബൂഖദ്നേസറിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയാളികളോടും സൈന്യവ്യൂഹങ്ങളോടും കൂടെ ടയറിനെതിരെ കൊണ്ടുവരും. സമതലത്തിലുള്ള നിന്റെ പുത്രിമാരെ അവൻ വാളിനിരയാക്കുകയും നിനക്കെതിരെ ഉപരോധ സങ്കേതം ഉയർത്തി പരിചകൾ കൊണ്ട് മറയുണ്ടാക്കുകയും ചെയ്യും. നിന്റെ മതിലുകൾ അവൻ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും, കോടാലി കൊണ്ട് ഗോപുരങ്ങൾ തകർക്കും. അവൻ്റെ അശ്വബാഹുല്യത്താൽ ഉയരുന്ന പൊടി നിന്നെ മൂടിക്കളയും. കോട്ട ഇടിഞ്ഞ പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ കുതിരക്കാരുടെയും വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കൊണ്ട് നിന്റെ മതിലുകൾ നടുങ്ങും. കുതിരകളുടെ കുളമ്പുകൾ കൊണ്ട് നിന്റെ തെരുവീഥികൾ അവൻ ചവിട്ടിമെതിക്കും. നിന്റെ ജനത്തെ വാളിനിരയാക്കും. നിന്റെ ഉറപ്പുള്ള തൂണുകൾ നിലംപതിക്കും. അവർ നിന്റെ ധനം കവർച്ച ചെയ്യുകയും വ്യാപാര ചരക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യും. നിന്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ നശിപ്പിക്കുകയും കല്ലും മണ്ണും മരവും സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. നിന്റെ സംഗീതത്തിൻ്റെ സ്വരം ഞാൻ നിർത്തും. വീണാനാദം മേലിൽ കേൾക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്നെ ഞാൻ വെറും പാറ പോലെയാക്കും. വല വിരിച്ചുണക്കുന്നതിനുള്ള സ്ഥലമായി നീ തീരും. ഒരിക്കലും നീ പുനരുദ്ധരിക്കപ്പെടുകയില്ല. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ദൈവമായ കർത്താവ് ടയറിനോട് അരുളിച്ചെയ്യുന്നു, നിന്റെ മധ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ, മുറിവേറ്റവർ ഞരങ്ങുമ്പോൾ നിന്റെ പതനത്തിൻ്റെ ശബ്ദത്താൽ ദ്വീപുകൾ നടുങ്ങുകയില്ലേ? അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജാക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി മേലങ്കികൾ മാറ്റി അലങ്കൃത വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയും. അവരെ വിറയിൽ പൊതിയും. അവർ നിലത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നെ ഓർത്ത് ഭയചകിതരാകുകയും ചെയ്യും. നിന്നെക്കുറിച്ച് അവർ ഉച്ചത്തിൽ വിലപിച്ചു പറയും, സമുദ്രമധ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ, കരയിൽ ഭയമുളവാക്കിയ നീയും നിന്നിൽ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്ന് മാഞ്ഞുപോയതെങ്ങനെ? നിന്റെ പതന ദിവസം ദ്വീപുകൾ വിറയ്ക്കുകയും നിന്റെ തിരോധാനത്തിൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംഭ്രമിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിർജ്ജന നഗരം പോലെ നിന്നെ ഞാൻ ശൂന്യമാക്കുമ്പോൾ, ആഴിയെ നിന്റെ മേലൊഴുക്കി പെരുവെള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ, പാതാളത്തിൽ പതിക്കുന്ന പുരാതന ജനങ്ങളോടൊപ്പം നിന്നെ ഞാൻ തള്ളിയിടും. നിന്നിൽ ആരും വസിക്കാതിരിക്കാനും ജീവനുള്ളവരുടെ നാട്ടിൽ നിനക്ക് സ്ഥലം ലഭിക്കാതിരിക്കാനുമായി പാതാളത്തിൽ താഴ്ന്നവരുടെ കൂടെ പുരാതന അവശിഷ്ടങ്ങൾക്കിടയിൽ അധോലോകത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും.
ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭീതിജനകമായ അവസാനം ഞാൻ നിനക്ക് വരുത്തും. നീ എന്നേക്കുമായി ഇല്ലാതാകും. നിന്നെ അന്വേഷിക്കുന്നവർ ഒരിക്കലും കണ്ടെത്തുകയില്ല. Chapter 26. On the first day of the month in the 11th year, the word of the Lord came to me, Son of man, because of what Tyre said of Jerusalem, Aha, it is broken, the gateway to the peoples. Now that it is ruined, its wealth reverts to me. Therefore thus says the Lord God, See, I am coming at you, Tyre. I will churn up against you many nations, even as the sea churns up its waves. They shall destroy the walls of Tyre and raze her towers. I will scrape the ground from her and leave her a bare rock. She shall be a drying place for nets in the midst of the sea. I have spoken, says the Lord God, and she shall be booty for the nations. And her daughters on the mainland shall be slaughtered by the sword. Thus they shall know that I am the Lord. For thus says the Lord God, I am now bringing up against Tyre from the north Nebuchadnezzar the king of Babylon, the king of kings, with horses and chariots, with cavalry and a great and mighty army. Your daughters on the mainland he shall slay with the sword. He shall place a siege tower against you, cast up a ramp about you, and raise his shields against you. He shall pound your walls with battering rams, and break down your towers with his weapons. The surge of his horses shall cover you with dust, amid the noise of steeds, of wheels, and of chariots. Your walls shall shake as he enters your gates, even as one enters a city that is breached. With the hoofs of his horses he shall trample all your streets. Your people he shall slay by the sword. Your mighty pillars he shall pull to the ground. Your wealth shall be plundered, your merchandise pillaged. Your walls shall be torn down, your precious houses demolished. Your stones, your timber, and your clay shall be cast into the sea. I will put an end to the noise of your songs, and the sound of your lyres shall be heard no more. I will make you a bare rock, a drying place for nets shall you be. Never shall you be rebuilt, for I have spoken, says the Lord God. Thus says the Lord God to Tyre, At the noise of your fall, at the groaning of the wounded, when the sword slays in your midst, shall not the isles quake? All the princes of the sea shall step down from their thrones, lay aside their robes, and strip off their embroidered garments. They shall be clothed in mourning, and sitting on the ground. They shall tremble at every moment, and be horrified at you. Then they shall utter a lament over you. How have you perished, gone from the seas, city most prized? Once she was mighty on the sea, she and her dwellers, who spread terror into all that dwelt by the sea. On this, the day of your fall, the islands quake. The isles in the sea are terrified at your passing. For thus says the Lord God, When I make you a city desolate like cities that are no longer inhabited, when I churn up the abyss against you, and its mighty waters cover you, then I will thrust you down with those who descend into the pit, those of the bygone age, and I will make you dwell in the netherlands, in the everlasting ruins, with those who go down to the pit, so that you may never return to take your place in the land of the living. I will make you a devastation, and you shall be no more. You shall be sought, but never again found, says the Lord God.